കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രായത്തിനും അവരുടെ പ്രായത്തിൻ്റെ ബുദ്ധിവികാസത്തിനും ഭാഷാ വികാസത്തിനും അനുസരിച്ചുള്ള ടോയ്സാണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഉദാഹരണത്തിന് 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാര്യം തന്നെ ചിന്തിക്കാം. നമുക്കൊരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 6 മാസം വരെ കുഞ്ഞിന് കൂടുതലും സെൻസറി ടോയ്സാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള കളറുള്ള സാധനങ്ങൾ, നല്ല ശബ്ദമുള്ള സാധനങ്ങൾ നമ്മൾ മുഖത്തിൻ്റെ 2 സൈഡിൽ, അതായത് കണ്ണ് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും ചലിപ്പിക്കാനുള്ള, അത് ട്രാക്ക് ചെയ്യാനുള്ള ടോയ്സാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അതിന് സെൻസറി ടോയ്സ് എന്ന് പറയും. കൂടുതലും വിഷ്വൽ ആൻഡ് ഓഡിറ്ററി സെൻസറി ടോയ്സ്. ഒരു 6 മാസം കഴിയുമ്പോൾ കൂടുതലും കുഞ്ഞിന് ഹാൻഡ് ഫങ്ഷൻ, അതായത് അവൻ മുട്ടയിലൊക്കെ വലിഞ്ഞ് തുടങ്ങുന്നൊരു പ്രായമാണ്. ഇരിക്കാൻ തുടങ്ങും, മുട്ടയെ വലിയാൻ തുടങ്ങും. അപ്പോൾ കൂടുതലും അവൻ്റെ കൈകൊണ്ട് വസ്തുക്കൾ എടുക്കാനും മറ്റൊരു കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും പലതരത്തിൽ ഗ്രാസ്പ് ചെയ്യാനും ഹോൾഡ് ചെയ്യാനുള്ള ടോയ്സാണ്. കൂടുതലും ഹാൻഡ് ഫങ്ഷന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ടോയ്സാണ് കൂടുതലും നമ്മൾ ആ പ്രായത്തിൽ കൊടുക്കുന്നത്. നേരെ മറിച്ച് 1 വയസ്സായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഹാൻഡ് ഫങ്ഷൻ കിട്ടും. 2 വിരൽ കൊണ്ടും 3 വിരൽ കൊണ്ടും വസ്തുക്കൾ എടുക്കാനും അതൊരു കണ്ടെയ്നറിലേക്ക് ഇടാനും, അതുപോലെ തന്നെ വസ്തുക്കൾ മാനിപ്പുലേറ്റ് ചെയ്യാനും, അഴിച്ചു നോക്കുക, അങ്ങനെയുള്ള ടോയ്സ്. ആ 1 വയസ്സിന് ശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് എഫക്റ്റ് ടോയ്സ് നമ്മൾ മേടിച്ചു. കോസ് എഫക്റ്റ് ടോയ്സ് എന്ന് പറയുന്നത് എന്താണ്? സ്വിച്ച് ഇടുമ്പോൾ ഇത് കറങ്ങുന്നു, അല്ലെങ്കിൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് വരുന്നു. അപ്പോൾ അത് അവർക്ക് അവരുടെ ബുദ്ധിവികാസത്തിന് ഈ 1 വയസ്സിന് മേളിൽ ഈ കോസ് എഫക്റ്റ് ടോയ്സ് ഒരുപാട് നല്ലതാണ്.